പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കുട്ടത്തെ സ്വാഗതം ചെയ്ത് പാലക്കാട് UDF നേതൃത്വം. പാലക്കാടിന് നാഥനില്ലെന്ന കാര്യം ഉടൻ പരിഹരിക്കപ്പെടുമെന്നും രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയം വോട്ടർമാരെ ബാധിക്കില്ലെന്നും UDF പാലക്കാട് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം. അതേസമയം രാഹുൽ മാങ്കുട്ടത്തിൽ മണ്ഡലത്തിലെത്തുമ്പോൾ സംരക്ഷണം ഒരുക്കുമോ എന്ന് UDF തീരുമാനിച്ചിട്ടില്ലെന്നും മരക്കാർ പറയുന്നു. മരക്കാർ മാരായമംഗലത്തിൻ്റെ വാക്കുകൾ. പരിഹരിക്കപ്പെടും, നാഥനുണ്ടാവും. MLA ഇല്ലാത്തൊരവസ്ഥ, ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട MLA ഉപകാരത്തിന് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവില്ല. വരും അതിലെന്താ സംശയം? ഞങ്ങള് ആയിക്കോട്ടെ, അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുള്ളൂ. അല്ല, അതൊക്കെ എത്രയോ രാഷ്ട്രീയ നേതാക്കളെ തടഞ്ഞിട്ടുണ്ട്, സമരമുണ്ട്, അതൊക്കെ ഉണ്ട്. അതൊക്കെ എന്റെ വഴിക്ക് പോട്ടെ. പ്രതിരോധിക്കോ അതിപ്പോൾ നമ്മൾ UDF യോഗം ചേർന്നതിന്റെ ശേഷം നമുക്ക് ഒറ്റയ്ക്ക് ചെയർമാൻ പറയാൻ കഴിയില്ല. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സച്ചിൻ വള്ളിക്കാട് ചേരുന്നു. സച്ചിൻ, ജനങ്ങളുടെ ഓർമ്മശക്തിയെ പരിഹസിച്ച് പതിയെ ഒളിപ്പിച്ച് കടത്താനുള്ള ശ്രമം, അതാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് തന്നെ വ്യക്തമാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ, മണ്ഡല സന്ദർശനത്തിൻ്റെ വിഷയത്തിൽ എന്തൊക്കെ വിവരങ്ങൾ? അജിംഷാദ്, മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് UDFന്റെ ചെയർമാനായിട്ടുള്ള മരക്കാർ മാരായമംഗലം. അദ്ദേഹമാണ് ഇപ്പോൾ രാഹുലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത്. അതായത് പാലക്കാടേക്ക് അടുത്ത ദിവസത്തിനുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തുമെന്ന കാര്യമാണ് മരക്കാർ വ്യക്തമാക്കിയത്. മാത്രമല്ല, രാഹുൽ പാലക്കാട് എത്തിയാൽ പാലക്കാട് MLA നാഥനില്ല എന്നൊരു നിലപാട് BJPയും അതേപോലെ തന്നെ CPMന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രചരണങ്ങളുണ്ട്. ആ പ്രചരണത്തിനൊക്കെയുള്ള മറുപടി അടുത്ത ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യം UDF ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുലിനെ സംരക്ഷണം ഒരുക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല എന്നും UDF ചെയർമാൻ പറഞ്ഞു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്നതിന് ശേഷം UDFന്റെ ജില്ലാതല യോഗങ്ങളൊന്നും ചേർന്നിട്ടില്ല. അതിനാൽ തന്നെ രാഹുലിന് സംരക്ഷണം ഒരുക്കുന്ന കാര്യത്തിൽ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് മരക്കാർ വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവരുമായി നേരിൽ UDFന്റെ നേതാക്കളൊക്കെ പല പ്രാവശ്യം ജനങ്ങളെയും വോട്ടർമാരെയും കണ്ടിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ അത്തരത്തിലുള്ള മറുപടിയാണ് UDF ചെയർമാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചത് നാട്ടുകാർ, അതായത് മാധ്യമപ്രവർത്തകർ അടക്കം പല സ്ഥലങ്ങളിലുമുള്ള നാട്ടുകാരുമായി ഇത്തരത്തിൽ ബന്ധപ്പെട്ടപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം MLAക്കെതിരെ ഉണ്ട്. അതിനാൽ തന്നെ MLAക്ക് എതിരെ ഒരു വികാരം മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിലൊരു പ്രശ്നം പാലക്കാട് മണ്ഡലത്തിൽ ഇല്ല എന്ന് തന്നെയാണ് UDFന്റെ ചെയർമാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് പാലക്കാട് മണ്ഡലത്തിൽ എത്തിക്കാനുള്ള ശ്രമം UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് UDF ചെയർമാന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമായിട്ടുള്ളത്. അജിംഷാദ്.